ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആകെപ്പാടെ കിട്ടിയിരിക്കുന്ന ബൈബിൾ സ്കൂൾ പഠനം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന പത്തനാപുരത്തെ കേരള ബൈബിൾ സ്കൂളിലെ പഠനമാണ്. അതാദ്യം 2 വർഷം കഴിഞ്ഞു. 3-ാമത്തെ വർഷം സിലബസ് തീരാഞ്ഞതുകൊണ്ട് ജൂൺ മാസത്തിലേക്ക് കൂടെ നീട്ടി. അങ്ങനെ മൊത്തം 7 മാസത്തെ ബൈബിൾ സ്കൂൾ പഠനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട വസ്തുത ഓർമ്മിപ്പിക്കട്ടെ. ബൈബിൾ കോളേജ് പഠനം സുവിശേഷ വൃത്തിക്ക് അനിവാര്യമാണ് എന്നുള്ള ധാരണ അതാരും വെച്ച് പുലർത്തരുത്. വചനപഠനം ആവശ്യമാണ്, അത് സഭയിൽ നിർവഹിക്കപ്പെടാം. ഇനിയും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതും ചെയ്യാം. പക്ഷേ സുവിശേഷകനായി വിളിക്കപ്പെടാത്ത ഒരാൾ ബൈബിളിലെ പഠനം നിർവഹിച്ചു, BTH BD MTH ഒക്കെ എടുത്തു, ആ ബിരുദമുണ്ടെന്നുള്ള പേരിൽ സുവിശേഷകനാകാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ നിയോഗം അത് ലോകസ്ഥാപനത്തിന് മുമ്പ് നടക്കുന്നതാണ്. ദൈവത്തിൻ്റെ വിളി കാലത്തിൽ നടക്കുന്നതാണ്. ദൈവം നൽകുന്ന ശുശ്രൂഷ വിളിക്കപ്പെട്ടവന് ദൈവം നൽകുന്നതാണ്. ഈ 3 ഘടകങ്ങളാണ് കൃപാവരങ്ങളോട് ബന്ധപ്പെട്ട് വിശിഷ്യ സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തിൽ കൃപാവരങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിനക്ക് നിയോഗമുണ്ടോ? ദൈവം നിന്നെ വിളിച്ചോ? വിളിച്ചെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് പറയാം. ദൈവം നിന്നെ നിയോഗിക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷ തരാതിരിക്കുകയില്ല. ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ്, പ്രകടമായ ഉദാഹരണമെന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ശുശ്രൂഷ ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളണം, തീർത്ത് ഞാൻ പറയുക, അത് നിങ്ങളാരും നെറ്റ് ചൊളിച്ചിട്ട് കാര്യമില്ല. ശുശ്രൂഷ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ആളിന് വിളിയുണ്ടോ, നിയോഗമുണ്ടോ എന്ന് മുട്ടിന്മേൽ നിന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിളിക്കപ്പെട്ട എനിക്ക് സഭാശുശ്രൂഷയാണ് ആദ്യം നൽകപ്പെടുന്നത്. ഒരു സുവിശേഷകൻ ഇടയനാണ്. സഭാശുശ്രൂഷ അദ്ദേഹത്തിന് നിവർത്തിക്കാമോ? ഞാൻ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ. തിരുവെഴുത്തിലെ ഉപദേശവും എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറയട്ടെ, എനിക്ക് ലഭിച്ച സ്ഥലത്ത് ഞാൻ ആ ചുറ്റുപാട് മുഴുവനും സുവിശേഷം അറിയിച്ച് എല്ലാ വീടുകളും കയറി. അന്ന് ഞാൻ അവിവാഹിതനാണ്, യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും വീടുകൾ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ സഭയിലെ സഹോദരന്മാരെ കൂട്ടിയാണ് ഞാൻ ഭവന സന്ദർശനം നടത്തിയത്.